നമസ്തേ. സുഭാഷിതം. യയോരേവ സമം വിത്തം യയോരേവ സമം ശ്രുതം തയോർവിവാഹഃ സഖ്യം ച നാതു പുഷ്ടവിപുഷ്ടയോഃ. സ്വത്തിലും വിദ്യാഭ്യാസത്തിലും തുല്യത ഉള്ളവർ തമ്മിലാണ് വിവാഹബന്ധവും സുഹൃത്ത് ബന്ധവും ഒക്കെ ഉണ്ടാകേണ്ടത്. അല്ലാതെ പുഷ്ടവിപുഷ്ടന്മാർ തമ്മിൽ, അതായത് ധനവാനും ദരിദ്രനും, പുഷ്ടിയുള്ളവനും പുഷ്ടിയില്ലാത്തവനും, ധനവാനും ദരിദ്രനും തമ്മിലല്ല. സമയോർ വിവാഹച്ഛ വിവാദച്ഛ, സമന്മാർ തമ്മിലെ വിവാഹവും വിവാദവും ആകാവൂ എന്ന് സുഭാഷിതം അർത്ഥമാക്കുന്നു. അപ്പോൾ നമ്മൾ വിവാഹം നിശ്ചയിക്കുമ്പോൾ ഏകദേശം വിദ്യാഭ്യാസം ഒരേ രീതിയിൽ കിട്ടിയാൽ നല്ലത്, സമ്പദ്ഘടന ഒരേ രീതിയിൽ കിട്ടിയാൽ നല്ലത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് നമ്മൾ സന്തുലിതാവസ്ഥയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ അതായിരിക്കും ഉത്തമമാകുന്നത് എന്നിവിടെ സുഭാഷിതം സൂചിപ്പിക്കുകയാണ്. ദരിദ്രനും ധനവാനും തമ്മിൽ വിവാഹം ചെയ്യുമ്പോൾ കുടുംബങ്ങൾക്ക് ആ നല്ല സുഖമുണ്ടാവില്ല. അതേപോലെ നേരത്തെ സുഭാഷിതത്തിൽ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതനും പാമരനും. അപ്പോൾ അറിവുള്ള അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് വളരെ നിസ്സാരമായ വിദ്യാഭ്യാസമുള്ള, തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പുരുഷനുമായിട്ട് കല്യാണം കഴിക്കുക, വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശുഭമല്ല. നേരെ തിരിച്ചു അതുപോലെ ശുഭമല്ല. ഏകദേശം സമാനതയുണ്ടെങ്കിൽ വളരെ ഉത്തമം, നല്ലതാണ്. സമ്പത്താണെങ്കിലും അറിവാണെങ്കിലും ഒരേ തരത്തിൽ തുല്യത ഉള്ള അവർ തമ്മിലുള്ള വിവാഹമാണ് എല്ലാ തരത്തിലും നല്ലത് എന്ന് സുഭാഷിതത്തിലൂടെ സൂചിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. നമസ്തേ.